Hello all, welcome to Kerala Stock Market again. Good morning. ഇപ്പോൾ എന്തുണ്ട് വിശേഷം? കണ്ടിന്യൂസ്ലി മാർക്കറ്റ് ഫോൾ ചെയ്ത ശേഷം കുറച്ച് അധികം നല്ല മൂവ്മെൻറ്റ്സ് മാർക്കറ്റ് തരുന്ന കുറച്ച് ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. അപ്പം ഇറാൻ ഇസ്രായേൽ US കോൺഫ്ലിക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് മാർക്കറ്റ് കുറച്ചധികം ബോട്ടം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് മാർക്കറ്റ് ബോട്ടം ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 21,700 എന്നുള്ള ഈ സോണിന് മുകളിലാണ്. ആൻഡ് മാർക്കറ്റ് ഇനിയൊരു ഡൗൺ സൈഡ് വരുവാണെങ്കിൽ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു ബൈയിങ് പ്രഷർ നൽകുന്ന സോണായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടെന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്താണ് ഞാൻ എൻ്റെ ചാർട്ടുകളിലടക്കം വച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു 1000 പോയിന്റ്സ് ഇടിഞ്ഞാലും ഈ ഒരു ഏരിയ 21,700 എന്ന് പറയുന്നത് ഞാനൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് കണക്കാക്കുന്ന സോണാണ്. അപ്പോൾ നമ്മളിവിടെ 15 മിനിറ്റ് ചാർട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും നിഫ്റ്റി ഇന്നലെ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. മാർക്കറ്റ് കുറച്ച് ദിവസം മുന്നേ ഈ ഒരു സോണിൻ്റെ താഴെ വന്ന ശേഷം മാർക്കറ്റ് വീണ്ടും സ്ട്രക്ചറലി അപ്സൈഡ് പോകാനുള്ള ഒരു ഇൻറ്റൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു മൈനർ ലെവലിൽ, ഒരു ഇൻട്രാഡേ ലെവലിൽ കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സോൺ ഒരു 22,991 എന്ന് പറയുന്ന സോണ് മാർക്കറ്റിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാൻ സാധ്യതയുള്ള പോസിബിലിറ്റി ഉള്ള സോണായിട്ട് ആക്ട് ചെയ്യുകയാണ്. 21,000 അല്ലെങ്കിൽ 22,900 to 23,000. അപ്പോൾ ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി നമുക്കൊരു ചെറിയ മൂവ്മെൻറ്റ്, ഒരു ഇൻട്രാഡേ മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. 23,400 എന്നുള്ള റേഞ്ചിലേക്ക് ഒരു 400 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സ് നിഫ്റ്റി തരാം. ഓക്കെ, 2% മൂവ്മെൻറ്റിൻ്റെ സാധ്യത ഇവിടെ കിടപ്പുണ്ട്. ആൻഡ് മാർക്കറ്റിൽ മൈനർ ഡിമാൻഡ് ഏരിയ ആയിട്ട് ഈ ഒരു ഏരിയ 22,500 to 22,600 എന്ന് പറഞ്ഞ സോൺ ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. അപ്പോൾ രണ്ട് ഡിമാൻഡ് ഏരിയാസിൻ്റെ ഉള്ളിലായിരിക്കും മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. സോ ഇപ്പം വലിയ സെല്ലിംഗ് പ്രഷർ ഒന്നും ഉണ്ടായില്ലെങ്കിൽ, ഗ്ലോബലി വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ മേ ബി ഈ ഒരു ഏരിയാസിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയാസ് കണക്കാക്കി വയ്ക്കുക. അപ്പം 23,000 ബ്രേക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് കണക്കാക്കിയിരിക്കും ഇന്നത്തെ ക്രൂഷ്യൽ ഡേയ്സിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് 23,800 ഒക്കെ ഒരു സപ്ലൈ ആണ് നമ്മൾ നേരത്തെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇൻട്രാഡേ മൂവ്മെൻറ്റ്സ് നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്നത് 22,500 to 23,000 ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ടെലിഗ്രാം ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ജോയിൻ ചെയ്തിട്ടില്ലാത്ത ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിയുന്നത്ര അപ്ഡേറ്റുകൾ ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പം മാക്സിമം പുതിയ ട്രേഡേഴ്സിന് യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി ഇന്ന് എന്തൊക്കെയാണ് ന്യൂസസ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് കമ്പനികളുടെ ന്യൂസസ് ഓൾറെഡി ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം അതൊന്ന് പരിശോധിക്കാം. ക്വാർട്ടർലി ആൻഡ് ഇയർലി ബിസിനസ് അപ്ഡേറ്റിൽ വരുന്നുണ്ട്. ജുബിലന്റ് ഫുഡ് വർക്ക്സിന്റെ കൺസോളിഡേറ്റഡ് റവന്യൂ ഗ്രോ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡ് അലോൺ റവന്യൂ കൂടിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഫിനോ പേയ്മെന്റ്സ് ബാങ്ക് ആണെങ്കിൽ 7 ലക്ഷം ന്യൂ അക്കൗണ്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ ടോട്ടൽ കസ്റ്റമർ ബേസ് 1.75 crore ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ക്രെഡിറ്റ് എക്സസ് ഗ്രാമീണിന്റെ ഗ്രോസ് ലോൺ പോർട്ട്ഫോളിയോ ഗ്രോ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഗലാൻ ഡിസ്പാറ്റിന്റെ പവർ പ്രൊഡക്ഷൻ ഗ്രോ ചെയ്തിട്ടുണ്ട്. അറിയാം, സമ്മർ ടൈം ആകുമ്പോൾ പീക്ക് ആവുന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റിന്റെ സ്റ്റാൻഡ് അലോൺ ബിസിനസ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഡബിൾ ഡിജിറ്റ് ആണ് ഗ്രോത്ത് ആൻഡ് സെയിൽസ് ആണ് അവർ പ്രതീക്ഷിക്കുന്നത് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിന്റെ. സോ നമുക്ക് നോക്കാം. ആൻഡ് PC ജുവലേഴ്സിന്റെ കമ്പനി റെക്കോർഡ്സിന്റെ സ്റ്റാൻഡ് അലോൺ റവന്യൂ ഗ്രോത്ത് 32% ആയിട്ട് കയറിയിട്ടുണ്ട്. ശ്യാം മെറ്റാലിക്സിന് അതേപോലെ പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. പിന്നെ ന്യൂസസ് ഉള്ള വേറെ കമ്പനികൾ എന്ന് പറയുന്നത് ഡീപ്പ് ഇൻഡസ്ട്രീസ് എന്നാണ്. ഒരു ഓയിൽ ആൻഡ് ONGCയുടെ ഭാഗത്ത് നിന്ന് ഒരു ഹൈറിംഗ് സർവീസിന്റെ ലെറ്റർ ഓഫ് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഇത്രയൊക്കെ ചെറിയ ചെറിയ ന്യൂസസ് ഉണ്ട്. അപ്പം ഞാൻ ഓൾറെഡി വാച്ച് ലിസ്റ്റിലിട്ട 2-3 സ്റ്റോക്സ് ഉണ്ട്. ഒന്ന് ഏതറാണ്. ഏതർ ഞാൻ ഹോൾഡ് ചെയ്യുവാണ്. ഏതർ എനർജി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി കുറച്ച് ചെറിയ സ്റ്റോക്ക് വാങ്ങി ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഏതർ എനർജി ഞാൻ കുറച്ച് ദിവസമായി, കുറച്ച് വീക്സ്, 2 ആഴ്ചയായിട്ട് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച സാമാന്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഏതർ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കാം. നല്ലൊരു മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ACME സോളാർ ഹോൾഡിങ്സ് ആണ്. അത് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ ഒക്കെ ടോട്ടലി ഞാൻ പഠിച്ച ശേഷം ഇത് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പം എന്തായാലും മോസ്റ്റ്ലി 240 നിന്ന് 280 ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു റെസിസ്റ്റൻസ് സോണിലേക്ക് 294 to 300 റേഞ്ച് ഒരു റെസിസ്റ്റൻസ് സോണിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാച്ച് ചെയ്യാം എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ ഏതറും ACME സോളാറും ഒക്കെയാണ് എൻ്റെ ഒരു വാച്ച് ലിസ്റ്റിൽ ഇന്ന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അല്ലാതെ കുറച്ച് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ്. മാർക്കറ്റ് മോശമാണോ ഇല്ല എന്നൊക്കെ ഉള്ള വാച്ച് ചെയ്ത ശേഷം ബാക്കി ഡിസിഷൻസ് എടുക്കുന്നതായിരിക്കും. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ പേഴ്സണലി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.